ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി പാലത്തിങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ നമ്മളിവിടെ കാണാൻ വന്ന ഫസ്ന എന്ന് പറഞ്ഞ മോളുടെ സ്ഥലം ഇവിടെ അല്ല. ഓള് കൊടിഞ്ഞിയിലാണ് ഓളെ വീട് കേട്ടോ. ഇപ്പോൾ ഓളുടെ കുടുംബ വീട്ടിലാണുള്ളത്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നതാണ്. ഫസ്നയ്ക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഓൾക്ക് ഒരു ചെറിയ പക്വത കുറവാണ്, പിന്നെ പഠനത്തിലെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം. എത്രയും പെട്ടെന്ന് ഫസ്നയ്ക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്ന. ഫസ്ന, എന്തൊക്കെയാ വിശേഷം? സുഖമല്ലേ? സുഖമല്ലേ? എത്ര വരെയാ പഠിച്ചേ? 9 വരെയാ? ആ, ഫസ്നേൻ്റെ അളിയൻ ഇവിടെ ഉണ്ട്. ഇക്കാ, ശരിക്കും ഫസ്നയ്ക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്? ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ കാര്യമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ചെറിയൊരു പക്വത കുറവ്, പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ചെറിയൊരു കുറവ് ഉണ്ട്. വിദ്യാഭ്യാസ കുറവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓളെ പേരും ഇതൊക്കെ എഴുതും. പിന്നെ വേറെ കൂടുതൽ അങ്ങോട്ട് ഒക്കെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ? പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവൂല അല്ലേ? അപ്പോൾ പഠന വൈകല്യം ഉണ്ട് അല്ലേ? അപ്പോൾ ചെറിയ പഠന വൈകല്യം ഉണ്ടോ? എന്തെങ്കിലും ഗുളിക കുടിക്കുന്നുണ്ടോ ഇക്ക? ഇല്ല, ഒന്നുമില്ല. ടാബ്ലറ്റ് ഒന്നും ഇല്ല അല്ലേ? ഒന്നുമില്ല. ഫസ്റ്റിനെ കുക്കിംഗ് ഒക്കെ ചെയ്യലുണ്ടോ? എന്തൊക്കെ ഉണ്ടാക്കും? പറഞ്ഞോ. ഒരു ഇതൊക്കെ ഉണ്ടാക്കും അല്ലേ? അത് ശരി. അപ്പോൾ ആൾ ഓക്കെ ആണ് കേട്ടോ. അപ്പം എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാണ്ടിയിട്ടാണ് ഓരോന്നും വ്യക്തമായിട്ട് അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. പോലെ മുമ്പ് തന്നെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ വലിയ പക്വത കുറവ് നോക്കിയില്ല അല്ലേ? ഒറ്റക്കോൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ നടത്തത്തിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇല്ല. പിന്നെ എന്താണ് ഒക്കെ അങ്ങനെ പറയത്തക്ക ഒന്നും ഇല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? നടത്തന്റെ ആക്ഷന്റെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളൂ. എങ്ങനെ ആക്ഷന്റെ? നടത്തത്തിന്റെ ഒരു സ്ലോ ആണ് ചെറുതായിട്ട്. ചെറിയ പിന്നെ അവള് ജോലികൾ ഇവിടുത്തെ കുക്കിംഗ് അതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ലോ ആയിട്ടാണോ ചെയ്യല്? ഇല്ല, അതൊക്കെ സാധാരണ തന്നെ ചെയ്യും. പക്ഷെ മുഴുവനായിട്ടാണ്ട് അറിയില്ല എന്നുള്ളൂ. നല്ലൊരു ചോറ് കറിയൊക്കെ ഉണ്ടാക്കും. ഉള്ളതാ രീതിയിൽ ചെയ്യൂലേ? അത് ശരി. അപ്പോൾ അത്രേ അവളെ പറയാനുള്ളൂ അല്ലേ? വേറെ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. എങ്കിലും ഓളെ ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അവൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ? ഇല്ല, അതിന് അപ്ലൈ ചെയ്തിട്ടില്ല. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല അല്ലേ? അത് ശരി. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ വലിയ വിഷയങ്ങളൊന്നും നോക്കിയില്ല. ഓക്കെ, ചെറിയ ചില വിഷയങ്ങളാണ്. അത് തുറന്ന് പറയുന്നതെന്ന് വെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതങ്ങനെ പറയത്തക്ക കുഴപ്പങ്ങളൊന്നും നോക്കിയില്ല. എന്തിനാ കുത്തി ചോദിക്കുന്നതൊന്നും ആരും വിചാരിക്കേണ്ട. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അങ്ങനെയൊന്നും പറയരുത്. ഇപ്പോൾ ചെറിയൊരു സ്ലോയും ചെറിയൊരു പഠന വൈകല്യത്തിൻ്റെ വിഷയങ്ങളുമാണ്. പിന്നെ എത്ര വയസ്സായി ഫസ്നയ്ക്ക്? 30. അപ്പോൾ 30 വയസ്സാണ് ആയത്. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുവയ്ക്കാം? ഒരു 38, 37. ദൂരം പ്രശ്നമുണ്ടോ? മലപ്പുറം ജില്ല മാത്രം മതിയോ? ജില്ലയിൽ നിന്നാണ് നമ്മൾ കൂടുതലൊന്നും കൂടി. അപ്പോൾ മാക്സിമം മലപ്പുറം ജില്ല എന്നുള്ള ആലോചനയാണ് നമുക്ക് വേണ്ടത്. പിന്നെ തൊട്ടടുത്തുള്ള ജില്ലയൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ? ഫസ്നേൻ്റെ ഉപ്പാക്ക് എന്തായിരുന്നു ജോലി? ഒരു ബാർബറാണ്. ഫാമിലി ആയിട്ട് ബാർബർമാരാണ്. അത് ശരി. ഫാമിലി പെട്ട്. അത് ശരി. ഉപ്പ മരണപ്പെട്ടതാണ് അല്ലേ? മരണപ്പെട്ട 5 വർഷമായി. 5 വർഷമായി അല്ലേ? അത് ശരി. ഇവരെത്ര മക്കളാ? 8 ആള്. 8 മക്കള്. എത്ര പെൺകുട്ടികളാ? 6 പെണ്ണും 2 ആണുമാണ് അല്ലേ? ബാക്കി എല്ലാവരുടെയും വിവാഹമൊക്കെ കഴിഞ്ഞാണ് അല്ലേ? അതെ. പിന്നെ ഇവരെ കറക്റ്റ് സ്ഥലം എവിടെയായിരുന്നു? കൊടിഞ്ഞിയിൽ വെള്ളിയാമ്പുറം എന്ന് പറഞ്ഞ സ്ഥലം. വെള്ളിയാമ്പുറം അല്ലേ? മലപ്പുറം ജില്ലയിൽ കൊടിഞ്ഞി വെള്ളിയാമ്പുറം. താനൂരിന്റെയും കൊടിഞ്ഞിന്റെയും ഇടയിലായിട്ട് വരും. പാണ്ടിമുറ്റൊക്കെ അടുത്ത്. അത് ശരി. ഫസ്നയ്ക്ക് എങ്ങനെയുള്ള പിയാപ്പിളിനാ വേണ്ടേ? പറഞ്ഞു കൊടുക്ക്. ഫസ്നേന്റെ ഇഷ്ടം പറഞ്ഞോ? നോക്കണ ഒരാളെ. അതെ, അത്രേ ഉള്ളൂ അല്ലേ? ഫസ്ന പുറത്തേക്കൊക്കെ ഒറ്റക്ക് പോലുണ്ടോ? പൈസേന്റെ കണക്കൊക്കെ ഫസ്നക്ക് അറിയോ? കുറച്ചൊക്കെ. നമ്മളെ ബസ്സിന്റെ ബോർഡ് അങ്ങനെയൊക്കെ വായിക്കുന്ന അറിയോ?
അപ്പോൾ അവള് പിന്നെ സംസാരിക്കാനൊക്കെ ആള് സ്മാർട്ടാണല്ലോ അല്ലേ? പെട്ടെന്ന് ഈ ക്യാമറയും ഇതൊക്കെ കണ്ടിട്ടുള്ള വേച്ചാറായിരിക്കും അല്ലേ? കുഴപ്പമൊന്നുമില്ല. അതെ 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 അതെ. അപ്പോൾ അതാണ് അവൾക്ക് പൈസേൻ്റെ കണക്കൊക്കെ കുറച്ചൊക്കെ അറിയാം. പിന്നെ അങ്ങനെ വായിക്കാനൊക്കെ തീരെ അറിയാതെ അല്ല, ചെറിയ രീതിയിലൊക്കെ ഒക്കെ അറിയാം അല്ലേ? അത് അത്രയൊക്കെയാണുള്ള കാര്യങ്ങൾ. പിന്നെ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ചെറിയൊരു ബുദ്ധിമുട്ടൊന്നാണെങ്കിലും പ്രശ്നമില്ല. അവളെ അധ്വാനിച്ച് പോറ്റാൻ പറ്റണ ഒരാളായിരിക്കണം അല്ലേ? അതെ. പിന്നെ നമ്മൾ വീഡിയോ ചെയ്താൽ പല സ്ഥലത്തുനിന്നും ആൾക്കാർ വിളിക്കൂ. അപ്പോൾ നല്ലപോലെ അന്വേഷിക്കണം. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. പിന്നെ അവളെ ഫോട്ടോ ആർക്കും അയച്ചു കൊടുക്കരുത്, വീഡിയോ കോൾ അത് ഒന്നും പറഞ്ഞാൽ എടുക്കരുത് കേട്ടോ. പല നമ്പറിന്നും പല കോളും ഇതൊക്കെ വരും, അതൊക്കെ ശ്രദ്ധിക്കണം. എല്ലാ കോളും റെക്കോർഡൊക്കെ ചെയ്തേക്ക്. അത്രയും മോശം, എല്ലാവരും നല്ലവരായിരിക്കൂല എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായാൽ മതി. നേരിട്ട് വന്ന് പെണ്ണ് കണ്ട് ഇന്ന ദിവസം വരും എന്ന് പറയുന്ന പോലെ മാത്രമേ വിശ്വസിക്കാവുള്ളൂ കേട്ടോ. അതെ. ഇക്ക, പിന്നെ ഫസ്നേൻ്റെ പല്ല് നമ്മൾ ക്ലിപ്പിട്ടാൽ റെഡി ആവില്ല. അത് റെഡിയായി ഒന്നുമില്ല. നോർമലായിട്ടൊരു കമ്പി ഇട്ടിരുന്നു ആദ്യം. പിന്നെ ഇനി ഒന്നും കൂടി ഇതാണെങ്കിൽ ഒരു വിദഗ്ധ ചികിത്സകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവൾക്ക് മടിയായതുകൊണ്ട് അങ്ങനെ നിന്നതാണല്ലേ. അപ്പോൾ ഇതിൻ്റെ താഴത്ത് വരാൻ പോകുന്ന കമൻറ്റുകളാണ് അത്. ഇപ്പോൾ പല്ലിൻ്റെ ക്ലിപ്പിട്ടൂടെ എന്നൊക്കെ ഉള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. അതൊക്കെ ഓല് നോക്കുന്നുണ്ട്. ഇപ്പം പിന്നെ മുമ്പ് ചെയ്തിട്ട് അപ്പോൾ കുറേയൊക്കെ റെഡി ആയിക്ക്. അതെ, ഞാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നും വിഷയമൊന്നും ഇല്ല, അവൾ ഓക്കെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് വരട്ടെ. വേറെ ഫസ്നക്ക് എന്താ പറയാനുണ്ടോ? വേറെ ഇക്കാക്ക് വേറെ എന്താ പറയാനുണ്ടോ? വേറെ പ്രത്യേകമായിട്ടൊന്നുമില്ല. തന്നെ നമ്മൾ പറഞ്ഞില്ല, അവിടെ അധ്വാനിച്ച് പോറ്റണ, അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മൾ നോക്കണത്. അതെ, അങ്ങനത്തെ ഒരാളെ കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് മലപ്പുറം ജില്ലേൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അല്ലേ? കഴിവതും അത്ര നല്ലത്. അതെ, ജില്ലേൻ്റെ ഉള്ളിൽ നിന്നാണ് നല്ലത്. അതെ, ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് നല്ലൊരാൾ വരട്ടെ. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്നേൻ്റെ അളിയനും പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടുള്ളത് അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരാം. പിന്നെ ഒക്കെ ആ പറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളേ ഉള്ളൂ, അങ്ങനെ വലിയ വിഷയങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മൾ വീഡിയോയിലെല്ലാം ക്ലിയറായിട്ട് പറയേണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഒക്കെ ഈ പിന്നെ എന്താ പറയുക, നടക്കുമ്പോഴുള്ള ആ ആക്ഷൻ്റെ ഒരു ഇത് എന്നാണ് പറഞ്ഞത്. നടക്കാനൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പോൾ നടക്കുമ്പോഴുള്ളൊരു സ്ലോ പോലത്തെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ പഠന വൈകല്യമാണ്, എഴുതാനും വായിക്കാനൊന്നും അങ്ങനെ. ഇപ്പോൾ ഒരു ഫോം പൂരിപ്പിക്കുക, ഒരു പഞ്ചായത്തിൽ പോയിട്ടൊരു കാര്യം ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ അറിയില്ല. ചെറിയ രീതിയിൽ പേര് അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമെന്നല്ലാണ്ട് പിന്നെ മൊത്തത്തിലുള്ള ഒരു ചെറിയ ഒരു പക്വക്കുറവാണ്. അങ്ങനെ ഓവറായിട്ട് വിഷയങ്ങളൊന്നുമില്ല. അവൾ കുക്കിംഗ് ചെയ്യുക, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. പിന്നെ എല്ലാത്തിനും ഒരു മിതമായിട്ട് അവരുടെ ആ ഒരു സർക്കിളിൽ ചെയ്യുക എന്നുള്ളതാണ്. ഭയങ്കര സ്മാർട്ടായിട്ട് എല്ലാം പെർഫെക്റ്റ് അങ്ങനെയല്ല, ഉള്ളതായ ബുദ്ധിമുട്ടുകളുണ്ട്. അത് പരിഗണിച്ച് അത് ഓക്കെ ഉള്ള ആളുകളിൽ നിന്നുള്ള ആലോചനയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മലപ്പുറം ജില്ലയും പിന്നെ തൊട്ടടുത്തുള്ള ജില്ലയെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഒരു 38 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഡിവോഴ്സ് ആയതും ഭാര്യ മരിച്ചതൊക്കെ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ ബാധ്യതകളൊന്നും ഇല്ലാത്ത നിലവിൽ ഭാര്യമാരുള്ള ആൾക്കാരൊന്നും ദയവേത് കോൺടാക്റ്റ് ചെയ്യേണ്ടതില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. എത്രയും പെട്ടെന്നുള്ള കല്യാണം നടക്കട്ടെ. അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.